നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത ബേബി ഫുഡ് ബ്രാൻഡായ ഹിപ്പിന്റെ ഉൽപ്പന്നങ്ങളിൽ എലിവിഷം കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്പിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഓസ്ട്രിയയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ഹിപ്പ് ബ്രാൻഡിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ, അതായത് കാരറ്റ് ആൻഡ് പൊട്ടറ്റോ പ്യുരിയിലാണ് എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തിയതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇത് ബാധിക്കപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ വിപണികളിൽ നിന്ന് ഈ ഉൽപ്പന്നം ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. വിഷം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവ് നൽകിയ പരാതിയെ തുടർന്ന് 190 ഗ്രാം വരുന്ന ജാറിലെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് എലിവിഷം സ്ഥിരീകരിച്ചത്. സംശയാസ്പദമായ ജാറുകൾ തിരിച്ചറിയാൻ പോലീസ് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജാറിന്റെ അടിയിൽ ചുവന്ന വട്ടത്തോടുള്ള വെള്ള സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അടപ്പ് നേരത്തെ തുറന്നതോ അല്ലെങ്കിൽ കേടുപാടുകൾ ഉള്ളതോ ആയിരിക്കാം. ഈ ഉൽപ്പന്നം ആരും ഉപയോഗിക്കരുതെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബദ്ധത്തിൽ ഇതിന്റെ പാക്കറ്റിൽ തൊടുകയാണെങ്കിൽ കൈകൾ നന്നായി കഴുകാനും നിർദ്ദേശമുണ്ട്. ഓസ്ട്രിയയിലെ 1000-ലധികം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിലവിൽ ഈ ഉൽപ്പന്നം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ജർമ്മനിയിൽ ഇത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. വിമാനത്തിന് ഭാരം കൂടിയതിനാൽ യാത്രക്കാരെ ഇറക്കിവിട്ട വിചിത്രമായ സംഭവമാണ് അടുത്ത വാർത്ത. ലണ്ടനിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പോകേണ്ടിയിരുന്ന ഈസി ജെറ്റ് വിമാനത്തിലാണ് സംഭവം. വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുമ്പ് ഭാരം അനുവദനീയമായ പരിധിയിലും കൂടുതലാണെന്ന് പൈലറ്റ് അറിയിക്കുകയായിരുന്നു. ലണ്ടൻ സൗത്ത് എൻഡ് വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം കുറവായതും അന്നത്തെ കാലാവസ്ഥയും കാരണം നിശ്ചിത ഭാരത്തിൽ കൂടുതൽ വിമാനത്തിന് വഹിക്കാൻ കഴിയില്ലായിരുന്നു. ആരെങ്കിലും സ്വമേധയാ ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ യാത്രക്കാരുടെയും ലഗേജുകൾ ഒഴിവാക്കേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഒടുവിൽ 5 യാത്രക്കാർ ഇറങ്ങാൻ തയ്യാറായതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വിമാനത്തിൽ 10 സീറ്റുകൾ ഒഴിവുണ്ടായിട്ടും ഭാരം കൂടുതൽ കാരണം യാത്രക്കാരെ ഒഴിവാക്കേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇറങ്ങിക്കൊടുത്ത 5 പേരെ മറ്റൊരു വിമാനത്താവളത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് മലാഗയിലേക്ക് പോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്തു. കൂടാതെ ഇവർക്ക് ഏകദേശം 200 മുതൽ 400 യൂറോ വരെ നഷ്ടപരിഹാരവും നൽകി. ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തിലെ മോഴ്സ് എന്ന സ്ഥലത്ത് സിഖ് ഗുരുദ്വാരയിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് ജർമ്മൻ എലൈറ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആരാധനാലയത്തിനുള്ളിൽ ഏകദേശം 40 പേർ ഉൾപ്പെട്ട വലിയൊരു സംഘട്ടനം നടന്നു. ഇത് കേവലം ഒരു വാക്കേറ്റമല്ല, മറിച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഈ സംഘർഷത്തിൽ 11 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിൽ കുത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒരു തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. ആയുധധാരിയായ ഒരാൾ ഗുരുദ്വാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പോലീസിനെ അവിടെ എത്താൻ പ്രേരിപ്പിച്ചത്. തുടർന്ന് പോലീസ് പ്രദേശം മുഴുവൻ സീൽ ചെയ്യുകയും ഹെലികോപ്റ്റർ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. നിലവിൽ പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ടിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും സീറ്റ് റിസർവേഷൻ ഇല്ലാത്തതിനാൽ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടു. കൊളോണിൽ നിന്ന് ബെർലിനിലേക്ക് പോവുകയായിരുന്ന ICE 641 ട്രെയിനിലാണ് സംഭവം. ട്രെയിനിൽ ക്രമത്തിലധികം തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സീറ്റ് റിസർവേഷൻ ഇല്ലാത്ത യാത്രക്കാരോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ അധികൃതർ ആവശ്യപ്പെട്ടു. യാത്രക്കാർ ഇറങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ ഹാനോവർ സ്റ്റേഷനിൽ അരമണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടു. ഒടുവിൽ ഫെഡറൽ പോലീസ് എത്തിയാണ് 80ഓളം യാത്രക്കാരെ പുറത്തിറക്കിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് ഇത്തരമൊരു നടപടിയെന്ന് ജർമ്മൻ റെയിൽവേ വ്യക്തമാക്കി. ട്രെയിനിന്റെ ഇടനാഴികളും വാതിലുകൾക്ക് മുൻപിലും ആളുകൾ തിങ്ങി നിറയുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് ഈ തീരുമാനം. സാധാരണയായി ഇന്റർസിറ്റി ട്രെയിനുകളിൽ സീറ്റ് റിസർവേഷൻ നിർബന്ധമില്ല. എങ്കിലും തിരക്കേറിയ സമയങ്ങളിൽ യാത്ര മുടങ്ങാതിരിക്കാൻ സീറ്റ് റിസർവ് ചെയ്യുന്നത് നല്ലതാണെന്ന് റെയിൽവേ വക്താവ് അറിയിച്ചു. പുറത്തിറങ്ങേണ്ടി വന്ന യാത്രക്കാർക്ക് പകരം സംവിധാനവും നഷ്ടപരിഹാരവുമായി വൗച്ചറുകളും നൽകി. ചുരുക്കത്തിൽ ടിക്കറ്റ് കൈവശമുണ്ടെങ്കിലും ട്രെയിനിൽ അമിത തിരക്കാണെങ്കിൽ സീറ്റ് റിസർവേഷൻ ഇല്ലാത്തവർക്ക് യാത്ര തുടരാനാകില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അടുത്തത് ഒരു വൈറലായ വാർത്തയാണ്. ആദ്യ ശമ്പളം കൊണ്ട് അനിയത്തിക്ക് സർപ്രൈസ് നൽകി വാക്കുപാലിച്ച ജർമ്മനിയിലെ മലയാളി നഴ്സിന്റെ വൈറൽ വീഡിയോയിലെ സംഭവമാണ് അടുത്തത്. പ്രവാസ ലോകത്തെ ഓരോ മലയാളിക്കും തങ്ങളുടെ ആദ്യ ശമ്പളം എന്നത് സ്വപ്നങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും വലിയൊരു കഥയാണ്. അത് മാത്രമല്ല, ആദ്യ വരുമാനം പ്രിയപ്പെട്ടവർക്കായി നീക്കി വെക്കുമ്പോഴുള്ള സന്തോഷം വിവരണാതീതമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹൃദയങ്ങൾ കീഴടക്കുന്നത് ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഒരു യുവതിയുടെ മനോഹരമായ
അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നൽകിയ ഒരു വാക്ക് പാലിക്കാൻ ജർമ്മനിയിലെ തന്റെ ആദ്യ ശമ്പളം മുഴുവൻ മാറ്റിവെച്ചു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 1700 യൂറോ ആയിരുന്നു ഈ നേഴ്സിന്റെ ആദ്യ ശമ്പളം. തനിക്കായി ഒന്നും വാങ്ങാതെ ആ തുക കൊണ്ട് അനിയത്തിക്ക് ഏറ്റവും പുതിയ iPhone 16 വാങ്ങി നൽകിയാണ് സഹോദരിയെ ഞെട്ടിച്ചത്. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സമ്മാനം കണ്ട് സഹോദരി സന്തോഷം കൊണ്ട് വിതുമ്പുന്ന ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. ജർമ്മനി തന്റെ സ്വപ്നം സാധ്യമാക്കിയെന്നും തന്റെ ആദ്യത്തെ ശമ്പളം അവൾക്കുള്ളതായിരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചുവെന്നാണ് ഈ നേഴ്സ് വെളിപ്പെടുത്തിയത്. സഹോദരിക്ക് മാത്രമല്ല, പിന്നീട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച തുക കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിന് ഒരു കാറും സമ്മാനമായി വാങ്ങി നൽകി. സ്വന്തം കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ കടൽ കടന്നതെന്നും വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ അനുഭവം പങ്കുവെച്ചതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടി ഈ നേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട്. നിങ്ങളുടെ ജർമ്മനിയിലെ ആദ്യ ശമ്പളം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ഓരോ പ്രവാസിക്കും പ്രചോദനമേകുന്നതാണ് നേഴ്സിന്റെ ഈ കുറിപ്പ്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് നേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറ്റലിയിലെ ബെർഗാമോ പ്രവിശ്യയിലെ കോവോയിൽ 2 ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു. വൈശാഖി ഉത്സവത്തോടനുബന്ധിച്ച് ആരാധനാലയമായി ഉപയോഗിച്ചിരുന്ന വെയർഹൌസിൽ നിന്ന് ഇരുവരും പുറത്തു പോകുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. അർദ്ധരാത്രിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ആക്രമണം നടന്നത്. 48-കാരായ 2 പേരാണ് കൊല്ലപ്പെട്ടത്. പരലോകത്തേക്ക് മെഴ്സിഡസിൽ യാത്ര. പ്രിയപ്പെട്ടവന്റെ ശവസംസ്കാരത്തിന് കാർ കുഴിച്ചുമൂടി ചൈനയിലെ ഒരു കുടുംബം. ചൈനയിലെ ലിയോണിംഗ് പ്രവിശ്യയിൽ ഒരു ശവസംസ്കാര ചടങ്ങിനിടെ അരങ്ങേറിയ വിചിത്രമായ കാഴ്ചയാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പരലോകത്തേക്ക് യാത്രയാകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവന് അന്തസ്സോടെ സഞ്ചരിക്കാനായി ജിൻ കുടുംബം തിരഞ്ഞെടുത്തത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മെർസഡസ് ബെൻസ് കാറാണ്. JCB ഉപയോഗിച്ച് വലിയൊരു കുഴിയെടുത്ത് അതിലേക്ക് ആഡംബര വാഹനം വളരെ ശ്രദ്ധയോടെ താഴ്ത്തിവെച്ച് മണ്ണ് മൂടുന്നത് കണ്ട കാഴ്ചക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഏകദേശം 1.5 കോടിയോളം രൂപ വില വരുന്ന 888 എന്ന നമ്പർ പ്ലേറ്റുള്ള ആഡംബര കാറാണ് ഇത്തരത്തിൽ മണ്ണടിഞ്ഞത്. പരലോകത്തേക്ക് പോകുമ്പോൾ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വസ്തുക്കൾ കൂടി കരുതണമെന്നുള്ള പഴയകാല വിശ്വാസത്തിന്റെ ഭാഗമായാണ് കടലാസ് നിർമ്മിത വസ്തുക്കൾ കത്തിക്കുന്ന ഈ ചൈനീസ് രീതി നിലവിലുള്ളതെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു ആഡംബര വാഹനം തന്നെ മണ്ണിനടിയിലാക്കിയത്. ഇത് കടുത്ത പരിസ്ഥിതി നാശമാണെന്ന് പൊതുവെ ഉയരുന്ന വിമർശനം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന രൂക്ഷമായ സംഭവത്തിന്റെ വിമർശനങ്ങളെ തുടർന്ന് കുടുംബത്തിന് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. കുഴിച്ചുമൂടിയ വാഹനം തിരികെ പുറത്തെടുക്കാനും മണ്ണുമാറ്റി സ്ഥലം പഴയപടിയാക്കാനുമുള്ള ബാധ്യതയും നിയമ നടപടികളും ഇപ്പോൾ ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും മാർപ്പാപ്പായും തമ്മിൽ നിലനിൽക്കുന്ന അസാധാരണമായ തർക്കത്തെക്കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ട്രംപും മാർപ്പാപ്പായും തമ്മിൽ ഉണ്ടായ പോര് ദൈവനിന്ദ ആരോപിച്ചതായി കത്തോലിക്ക സഭ പറഞ്ഞു. ആഫ്രിക്കൻ സന്ദർശനത്തിനിടെ ലോകം ഒരുപിടി സ്വേച്ഛാധിപതികളാൽ നശിപ്പിക്കപ്പെടുകയാണെന്ന് മാർപ്പാപ്പ പ്രസ്താവിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അതേസമയം മാർപ്പാപ്പയെ തടഞ്ഞു വയ്ക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ സാധ്യതയുണ്ടെന്ന് പെന്റഗണിലെ ചില ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതിനെ തുടർന്ന് മാർപ്പാപ്പയുടെ ഈ വർഷത്തെ അമേരിക്കൻ സന്ദർശനം വത്തിക്കാൻ റദ്ദാക്കിയിട്ടുണ്ട്. അമേരിക്കയെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലയാണ് അടുത്ത വാർത്ത. 8 കുട്ടികളാണ് വെടിയേറ്റ് മരിച്ചത്. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തുള്ള ശ്രീപോർട്ടിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വെടിവയ്പിൽ 8 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട കുട്ടികൾ 1-നും 14-നും ഇടയിൽ പ്രായമുള്ളവരാണ്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഈ ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വെടിവയ്പിന് ശേഷം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടരുകയും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതി കൊല്ലപ്പെടുകയും ചെയ്തു. ആകെ 10 പേർക്കാണ് വെടിയേറ്റത്. കൊല്ലപ്പെട്ട കുട്ടികളിൽ ചിലർ അക്രമിയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US പ്രതിനിധികൾ ഇറാനുമായുള്ള ചർച്ചയ്ക്കായി തിങ്കളാഴ്ച പാകിസ്ഥാനിൽ എത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചെങ്കിലും ഇറാൻ ഇക്കാര്യം തള്ളി. ഇറാൻ ഇത് അവസാന അവസരമാണെന്നും കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ തകർക്കുമെന്നാണ് ഭീഷണി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവിക ഉപരോധം പൂർണ്ണ ശക്തിയോടെ തുടരുമെന്നും പ്രഖ്യാപിച്ചു. ഇതിന്റെ പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ത്യൻ എണ്ണ കപ്പലുകൾക്ക് നേരെയും വെടിവയ്പുണ്ടായി. ഈ വഴി കടന്നുപോകുന്ന കപ്പലുകൾ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവയ്ക്ക് നേരെ വെടിവെക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ടെൽ അവീവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും നെതന്യാഹുവിനെതിരെ തെരുവിൽ ഇറങ്ങിയത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.